ടോസ് അക്കാഡമിയിലേക്ക് ഏവർക്കും സ്വാഗതം. HSIയുടെ ഡെമോ വർക്ക്ഷോപ്പ് ഡേ 3 ആണ് നമ്മൾ ഇന്ന് കൊണ്ടുപോകാൻ പോകുന്നത്. അവിടെ ഡീൽ വിത്ത് ഡിഫിക്കൽട്ട് ഡിഗ്രി ലെവൽ ടോപ്പിക് പ്ലസ് MCQ ക്ലാസ് ആണ്. ഡിഗ്രി ലെവൽ ടോപ്പിക്സ് ലേറ്റേഴ്സ് റൂൾ നിങ്ങൾ എല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഡിഗ്രി ലെവൽ ടോപ്പിക്കും മറ്റു ടോപ്പിക്സിനെ പോലെ തന്നെ ഈക്വലി ഇമ്പോർട്ടൻസ് ആണ്. ഫുള്ളി ഒരു ലെവലിൽ പഠിച്ചില്ല എങ്കിൽ പോലും അതിന്റെ ഒരു സർഫസ് ലെവൽ നമുക്ക് അത്യാവശ്യമായിട്ട് വേണമെന്ന് നമുക്ക് ആ സിലബസിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. അപ്പൊ ഇവിടെ ആറ്റമിക് സ്ട്രക്ചർ ക്വാണ്ടം മെക്കാനിക്സ് എന്ന ഭാഗത്തു നിന്നുള്ള ഒരു ചോദ്യമാണ് 3 ഓർബിറ്റലിലുള്ള റേഡിയൽ നോഡിന്റെ എണ്ണം. അപ്പൊ ഓർക്കുക, റേഡിയൽ നോഡ് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. ഒരു ആറ്റത്തിന്റെ ഓർബിറ്റൽ തന്നിട്ട് നോഡുകളുടെ എണ്ണം കാണാൻ ചോദിക്കുന്നു. നോഡുകള് രണ്ടു തരത്തിലാണ് പ്രധാനമായിട്ടുള്ളത്, റേഡിയൽ നോഡും ആംഗുലാർ നോഡും. റേഡിയൽ നോഡ് കാണാനുള്ള ഇക്വേഷൻ n മൈനസ് എൽ മൈനസ് 1 ആണ്. n മൈനസ് എൽ മൈനസ് 1. ഒരു ഓർബിറ്റലിന്റെ 3p എന്ന് പറഞ്ഞാൽ ആ 3 ഉണ്ടല്ലോ, അത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്ന് പറയും. അതാണ് n. എൽ വാല്യൂ കാണാൻ അതിന്റെ ആ ആൽഫബറ്റ് ഉണ്ടല്ലോ, p എങ്കിൽ p, s എങ്കിൽ s, അതിൽ നിന്ന് മനസ്സിലാക്കണം. അതിനും ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. എല്ലിന്റെ വാല്യൂ 0 ആയിരിക്കും s ഓർബിറ്റലിന്, 1 ആയിരിക്കും p ഓർബിറ്റലിന്, 2 ആയിരിക്കും d ഓർബിറ്റലിന്, 3 ആയിരിക്കും എഫ് ഓർബിറ്റലിന്, അങ്ങനെ അങ്ങനെ പോകും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ഇക്വേഷനും എൽ വാല്യൂ അസൈൻ ചെയ്യേണ്ട രീതിയും n ഏതെന്ന് കണ്ടുപിടിക്കാനും അറിയാമെങ്കിൽ നമുക്ക് ഈ ചോദ്യത്തിന്റെ ഉത്തരം വളരെ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അതും ഒരു ഡിഗ്രി ലെവൽ ടോപ്പിക് ആണ്. സോ 3p ആണ്. 3p യിൽ നിന്ന് മനസ്സിലാക്കാം n is equal to 3, l is equal to p. p യുടെ വാല്യൂ 1 ആയതുകൊണ്ട് l വാല്യൂ 1. സോ റേഡിയൽ നോഡ് എന്ന് പറയുന്നത് 3 minus 1 minus 1, that is 3 minus 2 equal to 1. 1 ഒരു റേഡിയൽ നോഡാണ് 3p ഓർബിറ്റലിന് ഉള്ളത്. അടുത്ത ചോദ്യം, 4s ഓർബിറ്റലിലുള്ള ആംഗുലാർ നോഡിന്റെ എണ്ണം. ആംഗുലാർ നോഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ഒരു ഓർബിറ്റലിന്റെ ആംഗുലാർ നോഡ് എന്ന് പറയുന്നത് എൽ വാല്യൂ തന്നെയാണ്. ഓക്കെ, എൽ വാല്യൂ തന്നെയാണ് ആംഗുലാർ അസിമുത്തൽ ക്വാണ്ടം നമ്പർ എന്ന് പറയും. നമ്മളത് +1നും ആറ്റമിക് സ്ട്രക്ചറിൽ പഠിക്കുന്ന ഒരു കാര്യമാണ്, ടൈപ്പ് ഓഫ് ക്വാണ്ടം നമ്പർ. അതിലെ അസിമുത്തൽ ക്വാണ്ടം നമ്പർ ആണ് ആംഗുലാർ നോഡ്. 4s ഓർബിറ്റൽ ആണ്. ഇതിന്റെ n വാല്യൂ 4 ആണ്. s വാല്യൂ എന്താണ്? 0 ആണ്. സോ l 0 ആയതുകൊണ്ട് ഈ 4s ഓർബിറ്റലില് ആംഗുലാർ നോഡ് ഒന്നും തന്നെ ഇല്ല. അപ്പൊ ഈ ഇക്വേഷൻ അറിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് എന്ത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും? യെസ്, നോഡ്സ് കാണാൻ സാധിക്കും. സോ ടോട്ടൽ നോഡ് എന്ന് പറയുന്നത് ആംഗുലാർ നോഡ് പ്ലസ് റേഡിയൽ നോഡാണ്. ദാറ്റ് ഈസ് 3n മൈനസ് n മൈനസ് എൽ മൈനസ് 1 പ്ലസ് l. സോ എല്ലും എല്ലും ക്യാൻസൽ ഔട്ട് ആയിക്കൊണ്ട് നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ നോഡ് എന്ന് പറയുന്നത് n മൈനസ് 1 ആയിരിക്കും. 4s ഓർബിറ്റലിലെ ടോട്ടൽ നോഡ് എന്ന് പറയുന്നത് n വാല്യൂ ആയ 4 മൈനസ് 1 3. അത് എന്തൊക്കെ ചേർന്നാണ്? ആംഗുലാർ, റേഡിയൽ. അപ്പൊ 3 സെറ്റ് കാര്യങ്ങൾ പഠിച്ചു. ആംഗുലാർ നോഡ് കണ്ടുപിടിക്കാം, റേഡിയൽ നോഡ് കണ്ടുപിടിക്കാം, ടോട്ടൽ നോഡ് കണ്ടുപിടിക്കാം. അടുത്തത് ClF3 ഷേപ്പ് കണ്ടുപിടിക്കുക. ഷേപ്പ് കണ്ടുപിടിക്കാനായിട്ട് ഹാഫ് ഇൻറ്റു സെൻട്രൽ മെറ്റൽ ClF3 ഇങ്ങനെ നമുക്ക് എഴുതിയാല്, സെൻട്രൽ മെറ്റൽ Cl ആണ്. അതിലെ വാലൻസ് ഇലക്ട്രോൺ ക്ലോറിൻ ആയതുകൊണ്ട് 7 ആണ്. പ്ലസ് ചുറ്റുമുള്ള സിംഗിൾ ബോണ്ടഡ് ആയിട്ടുള്ള ആറ്റം എത്ര എണ്ണം ഉണ്ട്? 3 F ഉണ്ട്. സോ 3, ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു 10, 5 ആണ്. അതില് 3 എണ്ണം, 3 ഫ്ലൂറിൻ ചുറ്റുമുള്ളതുകൊണ്ട് അത് 3 ബോണ്ട് ഫോം ചെയ്യാൻ ഉപയോഗിച്ചു. സോ 5ൽ 3 എണ്ണം ബോണ്ട് ഫോം ചെയ്യാൻ ഉപയോഗിച്ചു. മിച്ചം 2 എണ്ണം ബോണ്ടിങ്ങിൽ പങ്കെടുക്കാതെ നിൽക്കുന്നതുകൊണ്ട് അതിനെ ലോൺ പെയർ എന്ന് പറയുന്നു. 3 ബോണ്ട് പെയറും 2 ലോൺ പെയറും ആണെങ്കിൽ ഷേപ്പിന്റെ പേര് എന്താണ്? ടി ഷേപ്പ് എന്ന് പറയും. ഓക്കെ, 32 പല്ലുകൾ എന്ന് ഓർക്കുക. ടി ഷേപ്പ് എന്ന് നമുക്ക് പറയാം. അപ്പൊ ഇത്തരത്തിലുള്ള ഡിഗ്രി ലെവൽ ടോപ്പിക്സും ഒക്കെ നമ്മുടെ ചോദ്യത്തിൽ കയറി വരാൻ സാധ്യതയുണ്ട്. അപ്പൊ പഠിക്കുമ്പോൾ അതെല്ലാം കൂടെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പഠിക്കുക. ഓക്കെ, താങ്ക് യു.